അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ OTT റിലീസ് ഡേറ്റ് ഫൈനലി അനൗൺസ് ചെയ്തിരിക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ഒക്ടോബർ 30 ചിത്രം OTT റിലീസായി പുറത്തിറങ്ങുന്നത്. മലയാള സിനിമയുടെ സർവ്വകാല റെക്കോർഡുകളും ഭേദിച്ച ഫാൻറ്റസി ആക്ഷൻ ബ്ലോക്ക് ബസ്റ്ററായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇനി ഒക്ടോബർ 31 മുതൽ OTTയിൽ കാണാം. ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ 1 ഈ വർഷം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി വിജയകുതിപ്പ് തുടരുന്നു. റിലീസ് ചെയ്ത് 3 ആഴ്ച പിന്നിടുമ്പോൾ ചിത്രം ആഗോളതലത്തിൽ 818 കോടി നേടി. അങ്ങനെ വിക്കി കൗശലിൻ്റെ ബോളിവുഡ് ചിത്രമായ ചാവയെ മറികടന്നുകൊണ്ട് കാന്താര ചാപ്റ്റർ 1 2025 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ വെച്ച് വേൾഡ് വൈഡ് കളക്ഷനിൽ ഏറ്റവും ഒന്നാമതെത്തിയിരിക്കുകയാണ്. നടൻ ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇഡ്ലിക്കട. സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് തിയേറ്ററിൽ ലഭിച്ചത്. ഇപ്പോഴിതാ ചിത്രം OTT റിലീസിന് ഒരുങ്ങുന്നു. സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഒക്ടോബർ 29 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. 45 കോടിക്കാണ് ഇഡ്ലിക്കടയുടെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരേ കടലിന് ശേഷം 18 വർഷങ്ങൾക്ക് ശേഷം മീര ജാസ്മിൻ വീണ്ടും മമ്മൂട്ടി ചിത്രത്തിൽ ഭാഗമാകുന്നു. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലിലെ നായികമാരിൽ ഒരാളാണ് മീര. പുതുമുഖങ്ങൾ ഉൾപ്പെടെ 21 നായികമാരാണ് കളങ്കാവലിലെ ഭാഗമാകുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം നവംബർ 27 തിയേറ്ററുകളിൽ എത്തുന്നു. മാത്യു തോമസ് നായകനായി എത്തുന്ന നെല്ലിക്കമ്പയിൽ നൈറ്റ് റൈഡേഴ്സ് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. ഹൊറർ കോമഡി ത്രില്ലറായ ചിത്രത്തിന് മിക്സഡ് റെസ്പോൺസാണ് ഇപ്പോൾ ലഭിച്ചു വരുന്നത്. പക്ഷേ മ്യൂസിക്, സിനിമാറ്റോഗ്രഫി എല്ലാം കൊണ്ടും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ചിത്രമെന്നാണ് റിവ്യൂസിലൂടെ പറയുന്നത്.